അപ്പൊ ഇന്നലെ ഞങ്ങള് കോവളം ബീച്ചിൽ പോയി. നമുക്ക് ടയേർഡായ കാരണം വീഡിയോസ് ഒന്നും പിടിക്കാൻ സാധിച്ചില്ല. അപ്പോ കോവളം ബീച്ചിൽ പോയി. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് തന്നെ നേരെ തിരിച്ച് കൊല്ലം വർക്കല ബീച്ചിൽ വന്ന് അവിടെ നിന്ന് വീഡിയോ പിടിക്കാമെന്ന് വിചാരിച്ചപ്പോൾ അവിടെ ടൈമിംഗ് ഒക്കെ കഴിഞ്ഞു പോയി. ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ ഒരു 10 മണി കഴിഞ്ഞു. അപ്പോൾ ഇന്നിപ്പോൾ മോർണിംഗ് ഇപ്പോൾ ഞങ്ങളിപ്പോൾ വേറൊരു സ്ഥലം സെലക്ട് ചെയ്തിട്ടുണ്ട്. പാലരുവി എന്ന് പറഞ്ഞ ഒരു വാട്ടർഫോൾ ആണത്. അപ്പൊ അങ്ങോട്ടാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ വ്യൂ ആണ് ഈ കാണുന്നത്. ഇതാണ് പാലരുവിയുടെ എൻട്രൻസ് കേട്ടാ. ഇപ്പൊ നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാല് നമുക്ക് പാലരുവിയുടെ മാപ്പ് കിട്ടും. എൻട്രൻസ് ഇവിടെ ഞങ്ങള് പാർക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് വേറെ ബസ്സിന് പോകേണ്ടി വരും. ഇതാണ് പാലരുവിന്റെ എൻട്രൻസ്. അവിടെ പോയിട്ട് നമ്മൾ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് ചാർജ് 50 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. അപ്പോ കാർ ഇവിടെ ഇട്ടിട്ട് ഇവിടുന്ന് ബസ്സിനാണ് പോകുന്നത്. അങ്ങോട്ട് കാറൊന്നും അങ്ങോട്ട് കയറ്റി വിടൂല. ബസ്സിന് മാത്രമേ പോകാൻ പറ്റുള്ളൂ നമുക്ക്. പാലരുവിയിൽ ഇപ്പൊ എൻട്രൻസ് ഫീ റേറ്റ് മാറിയിട്ടുണ്ട്. ഇപ്പൊ 50 രൂപ എന്നുള്ളത് 70 രൂപ ആയിട്ടുണ്ട്. പിന്നെ കാറിനാണ് വന്നെന്നുണ്ടെങ്കിൽ കാറിന് 60 രൂപയും ബൈക്കിന് 20 രൂപയും. ചാർജ് വരുന്നത് ബൈക്കിന് 20ഉം കാറിന് 60 രൂപയാണ് വരുന്നത്. ടിക്കറ്റ് എടുക്കാൻ ടിക്കറ്റ് കിട്ടിയത് ആ ടിക്കറ്റാണ്. ടിക്കറ്റ് കാർ ജീപ്പ് പാലരുവിയിലോട്ടുള്ള എൻട്രൻസ് ഫീ ആണ്. പാലരുവിയിൽ 2 ഗുഹയുണ്ട്. ആ ഗുഹയാണ് ഫുള്ള് സീനായിട്ടുള്ള എക്കോ ഫ്രണ്ട്ലി ആണ്. നേച്ചറായിട്ട് ബന്ധപ്പെട്ട് നേച്ചറായിട്ട് ഇണങ്ങി കിടക്കുന്ന എക്കോ ഫ്രണ്ട്ലി. പാലരുവിയാണ്. അവിടെ പോയിട്ട് പാല് വല്ലതും ഉണ്ടാ നോക്കണം. ബസ് സ്റ്റേഷൻ പോലെ ഒരു ഇതുണ്ട്, ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ നടന്നു വേണം. ഇത് ഭയങ്കര സീനാണ്. ആകെ 2 ബസ്സുള്ളൂ. പിന്നെ ഒരു ബസ് പോയി വരാനായിട്ട് ഏകദേശം ഒരു 30 മിനിറ്റെങ്കിലും എടുക്കുമെന്നാണ് ഇവര് പറയണത്. ഇതിപ്പോ ഫില്ലായി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ബസ്സിലേക്ക് പോകാൻ പറ്റും. ഇനിയിപ്പോ ഞങ്ങൾ ഇതിന്റെ അകത്തു കൂടെ കുറച്ച് ഒരു എത്ര നേരം നടക്കണം അറിയില്ല, 10-20 മിനിറ്റോളം നടക്കണമെന്നാണ് പറയുന്നത്. ഇതിന്റെ അകത്തുകൂടി നടന്ന് നോക്കാൻ നമുക്ക്. ഇതാണ് നല്ല റോഡല്ലേ. ഡ്രൈവ് ചെയ്തെടുക്കാൻ ഇതിന്റെ അകത്തു കൂടി നടക്കാനായിട്ട് നല്ല രസം. സ്ഥലം പറയില്ല, കാരണം വരാണ്ടേ ഉള്ളൂ. ബസ്സിനൊക്കെ പറ്റിക്കാൻ
വെള്ളച്ചാട്ടം ചെറുതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. കിടിലൻ പ്ലേസ് ആണ്. എന്തായാലും നമ്മൾ മലയാളികൾ ഇതുവരെ അങ്ങനെ അധികം പേര് വരാത്തൊരു സ്ഥലമാണ് ഇത്. അപ്പോൾ എല്ലാവരും എന്തായാലും വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. ഇത് എക്സ്പ്ലോർ ചെയ്യേണ്ട സ്ഥലമൊന്നും കൂടിയാണ്. ഇത് കണ്ട നല്ല രസമാണ്. കിടിലൻ പ്ലേസാണ്. എന്തായാലും എല്ലാവരും വരണം. വരാത്തവരുണ്ടെങ്കിൽ വരണമെന്നാണ് എൻ്റെ അഭിപ്രായം. നമുക്ക് ഇഷ്ടപ്പെട്ടു ഇത് അല്ലേ? അടിപൊളി പ്ലേസ്. അടിപൊളി സൗണ്ടാണ്. നോക്കി സൗണ്ടാണ്.